അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഈ രണ്ട് കുട്ടികൾ സാഹിലും ബേലയും കൂടി ദുക്കാൻ വാലയുടെ അടുത്ത് ചെന്നു അല്ലേ, മഷി നിറയ്ക്കാൻ വേണ്ടി കടക്കാരൻ്റെ അടുത്ത് ചെന്നു. അവിടെയാണ് കണ്ടത്. അപ്പം കടക്കാരൻ അവരുടെ അടുത്ത് ഒരു ചൊല്ല് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ബാദൽ കോ ദേഖക്കർ ഘടേ കോ നഹി ഡുലാന ചാഹി. അതായത് മഴമേഘത്തെ കണ്ടുകൊണ്ട് കുടം കമഴ്ത്തി കളയരുത്. അതായത് ബാദൽ എന്തായിരുന്നു? മേഘം. ഇപ്പോൾ ദേഖക്കർ കണ്ടിട്ട്, ഘട കുടം, ഡുലാന എന്ന് വെച്ചാൽ കമഴ്ത്തി കളയുക, ചരിച്ച് കളയുക. അപ്പം അതിനെ നഹി ഡുലാന ചാഹിയത് കമഴ്ത്തി കളയരുത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ സാഹില് പേനയിലുണ്ടായിരുന്ന മഷിയും കൂടെ കളഞ്ഞിട്ടാണ്, ബാക്കി എന്താണെങ്കിലും മഷി നിറയ്ക്കാൻ പോലെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള മഷി ഇവിടെ കളഞ്ഞിട്ടാണ് ഈ കടയിലെത്തുന്നത്. അവിടെ ചെന്നപ്പോഴോ മഷി അവിടെ തീർന്നിരിക്കുക, അടുത്ത ദിവസമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ കടക്കാരൻ ഇങ്ങനെ ഒരു ചൊല്ല് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു സാധനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ ഉള്ളതും കൂടി നമ്മൾ കളയരുത് എന്നുള്ളൊരു മീനിങ്ങാണ് ഈ കടക്കാരൻ ഇങ്ങനെയൊരു ചൊല്ല് പറയുന്നത്. कौन सी में पढ़ते हो पूछा. അതായത് അവൻ ദുക്കാൻ വാലെ ഭയ്യാനെ അതായത് ഇങ്ങനെ പറഞ്ഞു, ബാദൽക്കു ദേക്കർ ഘടേ കോ നഹി ഡുലാന ചാഹി. അതായത് കണ്ടുകൊണ്ട് കുട കമ്മിറ്റി കളയരുത് എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചു, പൂച്ച ചോദിച്ചു, കോൺ സി മേ പഠിത്തേ ഹോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കോൺ സി ഏത്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ 5वीं में 5ാം ക്ലാസ്സിൽ. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. साहिल ऐसे बुरे मन से, അതായത് ഇങ്ങനെയുള്ളൊരു അതായത് എത്ര താല്പര്യമില്ലാത്ത രീതിയിൽ, അതാണ് ബുരേ മനസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത്ര താല്പര്യമില്ലാത്ത രീതിയിലാണ് അവനിങ്ങനെ പറഞ്ഞത്. ജേസെ 5वीं में पढ़ना पाप हो, അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്തോ ഒരു തെറ്റാണ്, എന്തോ ഒരു പാപമാണെന്നുള്ള രീതിയിലാണ് അവൻ ഉത്തരം നൽകുന്ന. 5ാം ക്ലാസ്സിലാണ് എന്ന് പറയുന്നത്. ദോനോ രണ്ടുപേരും. ദുക്കാൻ വാലെ ഭയ്യാനെ കഹ. അപ്പോൾ ദുക്കാൻ വാല ഭയ്യ ചോദിച്ചു, രണ്ടുപേരും ആണോ എന്ന് ചോദിച്ചു. हाँ दोनों, और हम दोनों का सेक्शन भी एक ही है. ये बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात हो. അപ്പോൾ ഇതിന് ആൻസർ നൽകുന്നത് ബേലയാണ്. എന്താ പറയുന്നത്? ഞങ്ങൾ രണ്ടുപേരും, ഹാ ദോനോ, और हम दोनों का सेक्शन भी एक ही है. ഞങ്ങളുടെ രണ്ടുപേരുടെയും സെക്ഷനും ഡിവിഷനും ഒന്ന് തന്നെയാണ്. ഏതാണ് ഡിവിഷൻ? എ. ബേലനെ ഏസെ ഖുഷ് ഹോക്കർ ബതായ. ബേല വളരെ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞത്. എങ്ങനെയാണ്? ജെസെ യ കോയി ബഹുത് ബഡി ബാത്തോ. എങ്ങനെയാണ്? അതെന്തോ ഒരു വലിയ കാര്യം പോലെയാണ് അവൾ ഇവിടെ പറയുന്നത്, വളരെ സന്തോഷത്തിൽ. ഖുഷ് ഹോക്കർ, ഖുഷ് എന്ന് വെച്ചാൽ സന്തോഷം, ഹോക്കർ സന്തോഷിച്ചു കൊണ്ട്, ബതായ പറഞ്ഞു. ജേസെ എങ്ങനെയാണ്? യ കോയി ബഹുത് ബഡി ബാത്തോ, ഇത് എന്തോ, യഹ് കോയി ഇതെന്തോ, ബഹുത് ബഡി വളരെ വലിയ, ബാത്ത് ഹോ കാര്യമാണ് എന്നതുപോലെയാണ് അവൾ വളരെ സന്തോഷിച്ച് പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണെന്ന്. കാരണം രണ്ടുപേരും നല്ല കൂട്ടുകാരില്ലേ. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ ഹേ. അപ്പം ഇനി പറയാണ് അവരുടെ ക്ലാസ്സിലെ കാര്യങ്ങൾ. അപ്പോൾ അവർ കടയിലെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇനിയിപ്പോൾ ക്ലാസ്സിലെ കാര്യങ്ങൾ പറയാണ്, എങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പം ക്ലാസ്സിൽ ദോനോ രണ്ടുപേരും പാസ് പാസ് ബൈഠത്തെ ഥേ. പാസ് പാസ് എന്ന് വെച്ചാൽ അടുത്തടുത്ത്, ബൈഠത്തെ ഥേ ഇരുന്നിരുന്നു. കാപ്പി മേ കാം കർത്തേ തോ ദോനോ കാപ്പി മേ കാം കർത്തേ ഥേ. അതായത് കോപ്പി ബുക്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞ് സാർ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും ഒരാൾ കോപ്പി ചെയ്താണെങ്കിൽ മറ്റേ ആൾ കോപ്പി തന്നെ എഴുതുകയായിരിക്കും അല്ലേ. അങ്ങനെയാണ്. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. എന്ത് ചെയ്താലും ഒരേപോലെ ചെയ്തിരുന്നു. കോപ്പി മേ കാം കർത്തേ തോ, അതായത് കോപ്പിയിൽ ജോലി ചെയ്യുകയാണ്, അതായത് കോപ്പി വർക്ക് ചെയ്യുകയാണെങ്കിൽ ദോനോ കോപ്പി മേ കാം കർത്തേ ഥേ, രണ്ടുപേരും കോപ്പി എഴുതുമായിരുന്നു. കോപ്പിയടിയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. കോപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്കൂളിലൊക്കെ തരുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ. അതായത് കിതാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പുസ്തകം പഠിത്തേ തോ വായിക്കുകയാണെങ്കിൽ, ദോനോ കിതാബ് പഠിത്തേ, അതായത് രണ്ടുപേരും പുസ്തകം വായിക്കാനുണ്ട്. പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുസ്തകം വായിക്കും. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ. അതായത് പാഠം പോലും, ലെസൺ പോലും ഒന്ന് തന്നെയായിരിക്കും അവർ വായിക്കുന്നത്. സഹിൽ ചമക്കുട്ടി
सन 57 में वो तलवार पुरानी थी पढ़ता तो बेला भी चमक उठी सन 57 में वो തൽവാർ പുരാനി थी പഠിത്തി थी. അതായത് ഒരേ സെന്റൻസ് തന്നെയായിരിക്കും അവർ വായിക്കുന്നതും. ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. സാഹിൽ ഇപ്പോൾ വായിക്കുകയാണ് ചമക്കുട്ടി सन 57 में वो തൽവാർ പുരാനി थी എന്ന ആ ഒരു ഭാഗമാണ്, ആ സെന്റൻസ് ആണ് അവൻ വായിക്കുന്നതെങ്കിൽ, പഠിത്താതോ വായിക്കുകയാണെങ്കിൽ, ബേലാഭി ബേലയും ചമക്കുട്ടി सन 57 में वो തൽവാർ പുരാനി थी പഠിത്തി थी അവളും ഇതേ സെന്റൻസ് തന്നെ പഠിത്തി थी വായിച്ചിരുന്നു. ഈ സെന്റൻസിന്റെ പ്രത്യേകിച്ച് അതൊന്നും പറയേണ്ടതില്ല, കാരണം അവരുടെ ആ പുസ്തകത്തിലെ സെന്റൻസ് ആണ്. എന്നാലും ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ചമക്കുട്ടി सन 57 में, അതായത് വെട്ടി തിളങ്ങിയിരുന്നു, തിളങ്ങി നിന്നിരുന്നു. सन 57 അതായത് എന്താണ്, 57 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, 57 ആ വോ തൽവാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാള്, പുരാനീധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയതായിരുന്നു. ആ പഴയതായിരുന്ന ആ വാള് ആ 57 നന്നായിട്ട് വെട്ടി തിളങ്ങിയിരുന്നു എന്ന ആ ഒരു സെന്റൻസ് വായിക്കുകയാണെങ്കിൽ അവളും അതേ സെന്റൻസ് തന്നെ വായിക്കുമായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബേല കേത്തി, ബേല പറയാണ് ഇപ്പം ഇങ്ങനെ, ബഹൻജി പാനി പീനെ ചലി ജാവൂ, അതായത് ബഹൻജി സഹോദരി, സിസ്റ്റർ, പാനി പീനെ വെള്ളം കുടിക്കുവാൻ, ചലി ജാവൂ പോകാം, വെള്ളം കുടിക്കാൻ പോവാം എന്ന് ബേല പറയുകയാണെങ്കിൽ, സാഹിൽ ഭീ കേത്ത, സാഹിലും പറയുമായിരുന്നു, ബഹൻജി പാനി പീനെ ചലാ ജാവൂ, അതായത് ബഹൻജി സഹോദരി വെള്ളം കുടിക്കാൻ പോകാമെന്ന് അവനും അതേ തന്നെ പറയുമായിരുന്നു. ഒരേപോലെയായിരുന്നു ഇവരെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അത്രയ്ക്ക് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഇവർ. गणित के माट साहब सुरेंद्र जी का पीरियड घेल घंटी के बाद आता था. गणित कणक के माट साहब साथ സുരേന്ദർ ജി കാ പീരിയഡ്, സുരേന്ദർ ജിയുടെ പീരിയഡ്, ജി ചേർത്തിരിക്കുന്ന ഇവിടെ നമ്മൾ ബഹുമാന സൂചകമായിട്ട് ദസ എന്നൊക്കെ നമ്മൾ പറയുന്നപ്പോൾ എന്തെങ്കിലും ഒരു സാറിനൊക്കെ പകരമായിട്ട് നമ്മൾ ജി ചേർത്തിട്ടുണ്ടെങ്കിൽ ബഹുമാനമായി നമ്മൾ സാറൊന്നും പറയേണ്ട ആവശ്യമില്ല, അതിനൊപ്പം തന്നെ ജി ചേർത്താൽ മതി. അപ്പം സുരേന്ദർ ജി കാ പീരിയഡ് ആ പീരീഡ് അദ്ദേഹത്തിൻ്റെ, അതായത് മാത്സിൻ്റെ അവർ ആ പീരീഡ് ഖേൽ ഘണ്ടിക്ക് ബാദ് PT അവറിന് ശേഷം, കളിക്കാനുള്ള PT അവറിൻ്റെ ശേഷം, കെ ബാദ് ശേഷം ആതാഥ ആയിരുന്നു, വന്നിരുന്നു. ബച്ചെ ഉൻസെ കാംതെ ധേ, കുട്ടികൾ അദ്ദേഹത്തെ വളരെയധികം പേടിച്ചിരുന്നു. കാണുമ്പോഴേ തന്നെ വിറയ്ക്കാൻ തുടങ്ങുമായിരുന്നു പിള്ളേർ. കുട്ടികൾ ഇയാളെ കാണുമ്പോൾ തന്നെ, ഈ സാറിനെ കാണുമ്പോൾ തന്നെ ബച്ചെ കുട്ടികൾ കാംതേ വിറച്ചിരുന്നു, അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ വിറച്ചിരുന്നു. और घेल घंटी बंद होने से 2 मिनट पहले ही, അതുപോലെ തന്നെ അവർ ഖേൽ ഘണ്ടി, അതായത് PT അവർ, പീരീഡ് ആ പീരീഡ് ബന്ദ് ഹോനേസെ, അത് തീരുന്നതിനും അത് അവസാനിക്കുന്നതിനും 2 മിനിറ്റ് പഹലെ, 2 മിനിറ്റ് മുമ്പ്, പേലേഹി അപ്നെ അപ്നെ ജഗഹോം പർ, തങ്ങളുടേതായ സ്ഥലങ്ങളിൽ, ആക്കർ ബൈറ്റ് ജാത്തേ ഥേ, തങ്ങളുടേതായ സ്ഥാനങ്ങളിൽ വന്ന് ഇരിക്കുമായിരുന്നു ഈ കുട്ടികൾ. പീരീഡ് തീരുന്നതിന് മുമ്പേ തന്നെ, 2 മിനിറ്റ് മുമ്പേ തന്നെ. കാരണം അടുത്ത അവർ എന്താണ്, അടുത്ത ക്ലാസ് ആരുടെയാണ്, സുരേന്ദർജി മാട്ട് സാഹിബിൻ്റെ കണക്ക് ക്ലാസ്സാണ്. അപ്പോൾ പേടിച്ചിട്ട് അവർ നേരത്തെ തന്നെ കയറി ക്ലാസ്സിൽ എല്ലാവരും വന്ന് ഇരുന്നിരുന്നു. സുരേന്ദർ ജി മാട്ട് സാബ് ഇസി പീരിയഡ് മേ കാപ്പി ജാഞ്ചത്തെ ഥേ, സുരേന്ദർ ജി മാട്ട് സാബ് അദ്ദേഹം ഈ ഒരു സമയത്തായിരുന്നു ഈ കോപ്പി നോക്കിയിരുന്നു, അതായത് ഹോംവർക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്ന അത് നോക്കിയിരുന്നത് ആ സമയത്താണ്. ജാഞ്ചത്തെ ഥേ, പരിശോധിച്ചിരുന്നു, നോക്കിയിരുന്നു എന്നുള്ള അർത്ഥമാണ്. പരിശോധിക്കുക എന്ന മീനിങ് ആണ് ജാഞ്ചന. ഈ ഒരു പീരീഡിലാണ് കോപ്പി നോക്കിയിരുന്നത്. ജറാസി ഗൽത്തി പർ ബച്ചോं को इधर उधर फेंक देते थे या झापड़ मारने लगते थे. ചെറിയ ഒരു തെറ്റിന് പോലും, ജറാസി ചെറുതുപോലും എന്നുള്ള അർത്ഥം. ജറാസി ചെറിയതായിട്ടുള്ള, ഗൽത്തി തെറ്റിന്, ബച്ചോങ്കോ കുട്ടികളെ, ഇധർ ഉധർ ഭേങ് തേതേ അദ്ദേഹം പിടിച്ചു തള്ളുമായിരുന്നു. യാ ഝാപ്പഡ് മാർണ ലഗ്തേ, അല്ലെങ്കിൽ ഝാപ്പഡ് മാർണ എന്ന് വെച്ചാൽ അടിക്കുക, അല്ലെങ്കിൽ അടിക്കുമായിരുന്നു. ചെറിയൊരു തെറ്റിന് പോലെ ഈ കുട്ടികളെ പിടിച്ച് തള്ളുകയോ അല്ലെങ്കിൽ അവരെ അടിക്കുകയോ ചെയ്യുമായിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ റുക്ന ഭൂൽ ജാത്താ ഥാ, അദ്ദേഹത്തിൻ്റെ കൈ, ഉൻകാ ഹാത്ത് എന്ന് വെച്ചാൽ കൈ, ചലന ശുരു ഹോത്താ തോ, ചലന ചലിക്കുക, ശുരു ഹോത്താ തോ തുടങ്ങിയാൽ, ശുരു ഹോന തുടങ്ങുക,
കൈ അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റുക്കുന റുക്കുന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്തുക, നിൽക്കുക. നിർത്തുക എന്ന കാര്യം ഭൂൽ ഭൂൽ എന്ന് വെച്ചാൽ മറക്കുക, മറവി. ഭൂൽ ജാതാഥ മറക്കുമായിരുന്നു. അതായത് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പേരും അങ്ങനെ ഇറങ്ങി അടിക്കാൻ തുടങ്ങും. പിന്നെ ആ അടി നിർത്തുന്ന കാര്യം അദ്ദേഹം മറക്കുമായിരുന്നു. एक दिन सुरेंद्र जी माट साहब ने बेला के बालों में पंजा फसाया. ഒരു ദിവസം, एक दिन ഒരു ദിവസം, സുരേന്ദർ ജി മാട്ട് സാബ്, സുരേന്ദർ ജി എന്താണ് മാട്ട് സാബ് എന്താണ് ചെയ്തത്, മാസ്റ്റർ എന്താണ് ചെയ്തത്, ബേല കെ ബാലോ മേ ബേലയുടെ ഈ മുടിയിൽ, പഞ്ച ഫസായ മുടിയിൽ ചുറ്റിപ്പിടിച്ചു. പഞ്ച ഫസായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റിപ്പിടിക്കുക, പഞ്ച ഫസാന. അപ്പം അവളുടെ മുടിയിൽ ഇങ്ങ് ചുറ്റിപ്പിടിച്ചു, ദേഷ്യം വന്നിട്ട്. പക്ഷേ ഷായത് ഒരു പക്ഷേ, ഷായത് ഒരു പക്ഷേ, ജിസ് ഗൽത്തി കോ പാക്ക എന്ത് തെറ്റ് കണ്ടിട്ടാണോ, അതായത് എന്താണോ ഒരു കാര്യം തെറ്റാണെന്ന് വിചാരിച്ചിട്ട്, ഉസ്കെ ബാൽ പക്കടുക്കർ ഭേങ്കനെ വാലേ ഥേ അവളുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് അവളെ ഇങ്ങനെ വലിച്ചിങ്ങനെ അറിയാൻ തുടങ്ങിയത്. വോ ഗൽത്തി ധീഹി നഹി അതൊരു തെറ്റേ ആയിരുന്നിരിക്കില്ല. അതായത് അവൾ തെറ്റാണെന്ന് വിചാരിച്ച്, അവൾ ചെയ്ത എന്തോ ചെയ്ത സാധനം തെറ്റാണെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അവളുടെ മുടിയിൽ ഇങ്ങ് ചുറ്റി ഇങ്ങ് പിടിച്ചതങ്ങ്. അത് കഴിഞ്ഞപ്പോഴാണ് അത് അവൾ ചെയ്ത കാര്യം തെറ്റേ അല്ല എന്ന് മനസ്സിലാവുന്നത്. ഉനോനെ ബേലാക്കോ ജോർ ദിയ. അപ്പോൾ അയാൾ എന്താ ചെയ്തത്, എന്താണ് ചെയ്തത്, ആ ബേലയെ വിട്ടു. അപ്പം പിടിവിട്ടു അവളുടെ. ബേലാക്കെ ഭയഭീത ചെഹറേക്കോ ദേഖക്കർ. എന്നാലും അടിക്കാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അടിക്കാൻ ഇങ്ങോട്ട് പിടിച്ചു കഴിയുമ്പോഴൊക്കെ കിടന്ന് വിറക്കില്ലേ, അപ്പോൾ ആ വിറയിൽ പിന്നാലെ മാറില്ല. അപ്പം അതുപോലെ എന്താണ് ഒരു ബേലെ വിട്ടു കിടന്നു. എന്നാലും പക്ഷെ അവൾക്ക് ആ ഒരു പേടിയായിരുന്നു. കാരണം ശരിക്കും അവളെ ഉപദ്രവിക്കുമോ എന്നുള്ള രീതിയിൽ അത്രയും അധികം ഭയന്ന് വിറച്ചിരുന്നു ആ മുടിയിൽ പിടിച്ചു വലിച്ചപ്പോൾ തന്നെ. ബേലാക്കെ ഭയഭീത ചെഹരക്കോ ദേഖക്കർ. അപ്പം അങ്ങനെ ഭയം നിൽക്കുന്ന ആ ബേലയുടെ ഭയന്ന് വിറച്ച ചെഹര മുഖം, ആ ഭയം കൊണ്ട് നിറഞ്ഞ ആ മുഖത്തെ ദേഖക്കർ കണ്ടിട്ട്, സാഹിൽ ബുരി തര ഡർ ഗയാ ഥാ. സാഹില് വളരെയധികം ബുരി തര എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡർ ഗയാ ഥാ വളരെയധികം പേടിച്ചിരുന്നു, ഭയന്നിരുന്നു. അത് കണ്ടിട്ട് അവളുടെ മുഖം പെട്ടെന്ന് പേടിച്ചിട്ട് അവളുടെ മുഖം കണ്ടപ്പോൾ അവനൂടെ പേടിയായി. പേടി. ഉസ്നെ ദേഖാക്കി അവൻ കണ്ടു. ഉസ്നെ ദേഖാക്കി ബേലാക്കെ പാവ് അഭി ഭി കാംബ് രഹേ ഥേ. അവൻ കണ്ടു എന്താണ്, ബേലയുടെ പാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കാലുകൾ അഭി അപ്പോഴും കാംബ്രഹേഥേ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജേസെ വോ ഘടേ ഘടേ അഭി ഗർ ജായേഗി. എങ്ങനെയാണ് അവൾ വിറച്ചിരുന്നത്, അവൾ ആ നിൽക്കുന്ന ഇപ്പം തന്നെ മറിഞ്ഞു വീഴുമെന്ന് പറയുന്ന പോലെയാണ് അവൾ കിടന്ന് വിറച്ചിരുന്നത്. ഘടേ ഘടേ നിൽക്കുന്ന നിൽപ്പിൽ, അഭി ഗർ ജായേഗി ഇപ്പോൾ വീഴും എന്നതുപോലെയാണ് അവൾ നിന്ന് വിറച്ചിരുന്നത് പേടി കൊണ്ട്. सुरेंद्र जी माट साहब ने कापी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. അപ്പം സുരേന്ദർ ജി മാട്ട് സാബ് എന്താ ചെയ്തത്, അദ്ദേഹം കാപ്പിക്കോ അവളുടെ ആ കോപ്പി ബുക്ക് അത് ഉസ്കെ ബൈഠ്നെ കി ജഗ അവൾ ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഭേങ്ക്തെ ഹുയെ കഹ എറിഞ്ഞിട്ടുകൊണ്ട് പറഞ്ഞു. ഭേങ്ക്ന എറിയുക, ജഗ പ്ലേസ് സ്ഥലം, ആ സ്ഥലത്തേക്ക് എറിഞ്ഞിട്ടുകൊണ്ട് പറഞ്ഞു. ബൈഠ്ന ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞിട്ടുകൊണ്ട് പറഞ്ഞു. ബൈഠ് അപ്നി ജഗ പർ ഇരിക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു. ബേല ക മൻ ബഹുത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചു. ഖരാബ് ഹോ ഗയ വളരെയധികം ബുദ്ധിമുട്ടിലായി, വിഷമത്തിൽ ആയി. മാട്ട് സാബ് ചാഹെ മുझे എന്തുകൊണ്ടാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. മാട്ട് സാബ് ചാഹെ മുझे പീഡ് ലേത്തെ പർ സാഹിൽ കെ സന്നെ നഹി. മാട്ട് സാബിന് വേണമെങ്കിൽ ചാഹെ മുझे പീഡ് ലേത്തെ എന്നെ അടിക്കാം, പീഡ് ലേത്തെ എന്നെ അടിക്കാം. മഗ പക്ഷേ സാഹിൽ കെ സാമനെ നഹി, പക്ഷേ സാഹിലിൻ്റെ മുമ്പിൽ വെച്ച് ആകരുതായിരുന്നു എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായത്. സാറ് പിടിച്ച് ഉപദ്രവിച്ചതിനേക്കാളും കൂടുതൽ അവൾക്ക് വിഷമം വന്നത് അതാണ്. എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी. അവൾക്ക്
साहिल के सामने സാഹിലിന്റെ മുൻപിൽ खुद को स्वयं शर्मिंदा महसूस कर रही थी. शर्मिंदा നാണക്കേട്, ലജ്ജ. महसूस कर रही थी. മഹസൂസ് കർ രഹി ഥി, അതായത് മഹസൂസ് കരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുഭവപ്പെടുക, അനുഭവപ്പെട്ടിരുന്നു. അവൻ്റെ മുൻപിൽ അവൾക്ക് വളരെയധികം നാണക്കേട് അനുഭവപ്പെട്ടിരുന്നു. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ വോ ജാൻതെ ഥീക്കി, അവളിന് അറിയാമായിരുന്നു, അതായത് അവൾക്കറിയാമായിരുന്നു, ജാൻതെ ഥീക്കി അറിയാമായിരുന്നു. എന്താണ്? വോ സാഹിൽ കി നസർ മേ ബഹുത് അച്ഛേ ഹേ, അവള് സാഹിലിൻ്റെ നോട്ടത്തിൽ, നസർ മേ നോട്ടത്തിൽ, ദൃഷ്ടിയിൽ, ബഹുത് അച്ഛേ ഹേ വളരെയധികം നല്ലൊരു പെൺകുട്ടിയാണ് എന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായി. ഈ സാറ് അവളെ അവൻ്റെ മുമ്പിൽ വെച്ചിട്ട്, ആ ക്ലാസ്സിൽ വെച്ചിട്ട് അടിച്ചപ്പോൾ, വഴക്ക് പറഞ്ഞപ്പോൾ, ജബ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവൾ എപ്പോഴാണോ ഉസ്കെ പാസ് ആക്കർ ബൈഠി, അവൻ്റെ അടുത്ത് എപ്പോഴാണോ വന്നിരുന്നത്, ഉസ്സെ നസർ നഹി മിലാ പായി, അവന് നേരെ നോക്കുവാൻ പോലും കഴിഞ്ഞില്ല. നസർ നഹി മിലാ പായി, നോക്കുവാൻ കഴിഞ്ഞില്ല. നസർ ദൃഷ്ടി, നോട്ടം, അവനെ നേരെ നോക്കുവാൻ പോലും കഴിഞ്ഞില്ല നാണക്കേട് കൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാൻ നിങ്ങളുടെ അടുത്ത്, നിങ്ങൾക്ക് പലപ്പോഴും അതായത് എന്തുകൊണ്ടാണ് ഇവൾക്ക് ബേലയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്, അതായത് അവൻ്റെ നേരെ നോക്കാൻ കഴിഞ്ഞില്ല. ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി ക്യോ എന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ്? അപ്പോൾ അതിന് ആൻസറാണ് അത് പറയുന്നത്, സാഹിൽ കെ സാമനെ മാഡ് സാബ് ഉസ്സെ പീട്ട് ലിയാ, उसको वो जानती थी कि वो साहिल की नज़र में बहुत अच्छे है इसलिए, അല്ലേ? അതായത് അവൾ സാഹിലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവളെ വാട്സാപ്പ് ചെയ്ത് പറഞ്ഞു, അല്ലെങ്കിൽ അടിച്ചു. അവൾക്കറിയാമായിരുന്നു സാഹിലിൻ്റെ മനസ്സിലേക്ക്, സാഹിലിൻ്റെ കണ്ണിൽ, ദൃഷ്ടിയിൽ അവൾ നല്ലൊരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായത്. ഓക്കെ. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी थी. दीपावली की छुट्टियों के बाद, छुट्टी അവധി, ദീപാവലിയുടെ അവധിക്ക് ശേഷം, കെ ബാദ് ശേഷം, ജബ് സ്കൂൾ ഖുലാത്തോ എപ്പോഴാണോ സ്കൂൾ തുറന്നത്, ബേല കെ സിർ പർ ബേലയുടെ തലയിൽ, സഫേദ് പട്ടി ബാന്ധി ഥി, അതായത് വെളുത്ത പട്ടി, പട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാൻഡേജ്, അതായത് വെള്ള തുണി, അതായത് വെള്ള ബാൻഡേജ് അവളുടെ തലയിൽ കെട്ടിയിരുന്നു. അത് ഈ ദീപാവലിയുടെ അവധിക്ക് ശേഷം അവൾ സ്കൂളൊക്കെ തുറന്ന് ഇവിടെ എത്തിയപ്പോൾ ബേലയുടെ തലയിൽ, സിർപ്പർ തലയിൽ, സഫേദ് എന്ന് വെച്ചാൽ വെള്ളയാണ്, പട്ടി ബാൻഡേജ്, അപ്പോൾ വെള്ള കളറുള്ള ബാൻഡേജ് കെട്ടിയിരുന്നു, ബാന്ധീതി കെട്ടിയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ ചില പിള്ളേരൊക്കെ ഉണ്ട് കളിയാക്കിയതിനൊക്കെ, അല്ലേ? അതുപോലെ തന്നെ ഇവളെ കളിയാക്കുന്നുണ്ട് ചില കുട്ടികൾ. ഇങ്ങനെയൊക്കെയാണ്, കോയ്യൂസേ ഹോയ് ഹേയ് ഹോയ് സഫേദ് പട്ടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് വിളിക്കുന്നുണ്ട്. കേറാധ, അതായത് കുറച്ച് പേര് അവളെ ഹോയ് ഹോയ് സഫേദ് പട്ടി എന്ന് പറഞ്ഞുകൊണ്ട്, വെള്ള ബാൻഡേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് കേറാധ വിളിച്ചിരുന്നെങ്കിൽ, തു കോയി സുൽത്താന ഡാക്കു, കുറച്ച് പേരാണെങ്കിലോ കൊള്ളത്തലൈവി എന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കുന്നുണ്ട്, അല്ലേ? സുൽത്താന ഡാക്കു. തു കോയി കുച്ചാവർ കേക്കർ, അല്ലെങ്കിൽ ചിലർ വേറെ എന്തൊക്കെയോ, കുച്ചാവ് മറ്റെന്തൊക്കെയോ പറഞ്ഞിട്ട്, കേക്കർ ചിഡാ രഹാഥ, അവളെ വിഷമിപ്പിച്ചിരുന്നു, അവളെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു, വിളിച്ച് കളിയാക്കിയിരുന്നു. ചിഡാ രഹാഥ, കളിയാക്കിയിരുന്നു. യേ ക്യാ ഹോ രഹാ ഹൈ ബേല, റിപ്പീറ്റ്, സോറി, क्या हो गया बेला, സാഹിൽ ने परेशान होते हुए पूछा. സാഹിൽ വളരെ, അപ്പോൾ ഇവളുടെ ഈ തലയിൽ ഇങ്ങനെ വെച്ചപ്പോൾ കുറച്ച് പേര് ഇവളെ ഇങ്ങനെ പലതും പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിയിരുന്നു. അപ്പോൾ ആ സമയത്താണ് സാഹിൽ കണ്ടപ്പോൾ എന്താ ചെയ്തത്, സാഹിൽ ഭയങ്കര കൂട്ടുകാരാണ്. അപ്പോൾ കൂട്ടുകാർക്ക് എന്താ നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ കളിയാക്കാൻ നോക്കും, ഇല്ല, അവരെന്തായാലും അയ്യോ ഇതെന്താ പറ്റിയെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം സാഹിലിനെ പരേഷൻ ഹോത്തെ ഹുയെ പോയിച്ച, അപ്പോൾ സാഹിൽ വളരെ പരിഭ്രമിച്ചുകൊണ്ട്, പരേഷൻ എന്ന് വെച്ചാൽ പരിഭ്രമിക്കുക, പേടിച്ചു കുറച്ചുകൊണ്ട് അവൻ ചോദിച്ചു, ചോദിച്ചു, ക്യാ ഹോ ഗയാ ബേല, ഇതെന്താ പറ്റിയ ബേല, തലയിലൊരു കെട്ടൊക്കെ എന്താ പറ്റിയത് ബേല എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് കോൺവെർസേഷൻ എഴുതാൻ ചോദിക്കുന്നതായിരിക്കും. കോൺവെർസേഷൻ നമ്മൾ ഹിന്ദിയിൽ എന്താണ് പറയുന്നത്, സംവാദ്, അല്ലേ? സംവാദം അല്ലെങ്കിൽ ചോദിക്കാം വാർത്താലാപ് എന്ന് ചോദിക്കാം.
കേട്ടോ. അത് മറക്കരുത്. സംവാദ് അല്ലെങ്കിൽ വാർത്താലാപ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺവെർസേഷൻ എന്നാണ്. കോൺവെർസേഷൻ എഴുതാൻ വേണ്ടി ഈ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിന് പട്കഥ എഴുതാൻ ചോദിക്കുമ്പോൾ അതിനകത്തെയും ഒരു ഭാഗം തന്നെയാണ് ഈ കോൺവെർസേഷൻ, ഈ സംവാദം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവർ തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ഈ സംഭാഷണങ്ങൾക്കാണ് നമ്മൾ പറയുന്നത് സംവാദ് അല്ലെങ്കിൽ എന്താണ് വാർത്താലാപ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, എന്താ പറ്റി ബേല? ഛത് സെ ഗിർ ഗയി. ഏതാ? പെരപ്പുറത്തുനിന്ന് വീണു, റൂഫിൽ നിന്ന് ഞാൻ വീണു. ബേലാൻ്റെ ഹസ്തേ ഹുയ്യെ കഹ. ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പെരപ്പുറത്തുനിന്ന് വീണു എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ കഹ, എന്നിട്ട് പറഞ്ഞു, ബഹുത് ദിൻ ഹോ ഗയേ. വളരെ ദിവസങ്ങളായി, കുറച്ച് ദിവസമായി. ആജ് ഖേൽഖണ്ഡി മേ ഗാന്ധി ചൗക്ക് മേ ലംഗടി ടാങ് ഖേലേംഗെ. ഇന്ന് നമുക്ക് PT അവറിൽ ഗാന്ധി ചൗക്കിൽ ആ ഗാന്ധി ചൗക്ക് എന്ന് പറയുന്ന ആ ഭാഗത്ത് അവിടെ പോയിട്ട് ലംഗടി ടാങ് ഖേലേംഗെ. അതായത് ലംഗടി ടാങ് എന്ന് വെച്ചാൽ തൊക്കിപ്പിടുത്തം, ഒറ്റ കാലിൽ ചാടിയിട്ട് നമ്മൾ നടക്കത്തില്ല, അങ്ങനത്തെ ഒരു കളിയില്ലേ, ഒരു സാധനം ഇട്ടിട്ട് ഇങ്ങനെ കളിക്കുന്നത്, ഇതാണ് ലംഗടി ടാങ്ക്. അപ്പം ലംഗടി ടാങ്ക് നമുക്കിന്ന് കളിക്കാം, ആ തൊക്കിപ്പിടുത്തം നമുക്കിന്ന് കളിക്കാം. നഹി ഖേലേംഗെ. ഇല്ല, കളിക്കില്ല. തെരെ സിർമേ ഭേസെ ലഗ് ജായേഗിത്തോ. നിന്റെ തലയിൽ വീണ്ടും നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ എന്ന് ആര് പറഞ്ഞു? സാഹിൽ പറഞ്ഞു. വേണ്ട എന്ന് അവൻ പറയുകയാണ്. നഹി ലഗേഗി. ഇല്ല, എനിക്കൊന്നും പറ്റില്ല. ബേലാണ് ജിദ് കി. ബേല വളരെയധികം ശാഠ്യം പിടിച്ചു, വാശി പിടിച്ചു. ജിദ് വാശി അല്ലെങ്കിൽ ശാഠ്യം, അതാണ് ജിദ്. और वे हमेशा की तरह सारे बच्चों के साथ ഗാന്ധി ചൗക്കി ബാലു മേ പൂരി ഖേൽഖണ്ഡി ലങ്കടി ടാങ് ഖേലെ. എന്നിട്ട് എന്ത് ചെയ്ത അവള്? വേ ഹമേഷാക്കി തര, എപ്പോഴത്തെയും പോലെ. അവർ അപ്പം അതും കൂടെ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ വേ അല്ലെങ്കിൽ വഹ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് വാക്കുകളുണ്ട്. മേ, തും, ആ അങ്ങനെയുള്ള വാക്കുകൾ, അല്ലെങ്കിൽ കോയി, ഇതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? സർവനാം എന്ന് പറയും. അതിന് മുമ്പ് നിങ്ങൾക്ക് പറയട്ടെ, സജ്ഞ എന്നൊരു കാര്യമുണ്ട്. സജ്ഞ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നാമം. അതായത് എന്തിനേലും ഒരു കാര്യത്തിന് സൂചിപ്പിക്കുന്നത്, അതായത് എന്തിനേലും ഒരു പേര്, അതിപ്പോൾ ഒരു മനുഷ്യൻ്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ആണെങ്കിലോ ഒക്കെ പേരുകളെ, ആ സാധനത്തിൻ്റെ പേരുകളെ നമ്മൾ പറയുന്നതാണ് എന്ത്? നാമം. അതായത് നാമം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് ഇതിന് സജ്ഞ എന്ന് പറയും. ആ സജ്ഞ ഇതിന് പറയുന്നു. അതായത് ഇപ്പോൾ ഒരാളുടെ പേര്, ഇപ്പോൾ സാഹിൽ എന്നുള്ള ഒരാളുടെ പേരാണ് അല്ലേ, അപ്പോൾ അത് സജ്ഞയാണ്. അതുപോലെ തന്നെ ഒരു സ്ഥലം, ജയ്പൂര്, അത് സ്ഥലമാണ്. അതുപോലെ ഭുലേര ജംഗ്ഷൻ സ്ഥലമാണ്. അതൊക്കെ എന്താണ്? ആ ഭുലേര ജംഗ്ഷൻ എന്നുള്ളത് അല്ലെങ്കിൽ സാഹിൽ എന്നുള്ളത് അല്ലെങ്കിൽ പെൻ എന്നുള്ളത് അല്ലെങ്കിൽ സഫേദ് പട്ടി, ഇതൊക്കെ ഒരു സാധനമാണ്. അതിൻ്റെയൊക്കെ ആ പേരുകളായിട്ട് അങ്ങനെയായിട്ട് പറയുന്നതൊക്കെ സജ്ഞയാണ്. അപ്പോൾ ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പകരമായിട്ട്, അതായത് നമ്മൾ ഈ പേരുകൾക്കൊക്കെ പകരമായിട്ട് ചിലപ്പോൾ നമ്മൾ അത്, ഇത്, അവൻ, അവൾ, അല്ലെങ്കിൽ ആ സ്ഥലം, ഈ സ്ഥലം, ഈ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയില്ലേ, ആ ഈ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? സർവനാം എന്ന് പറയും. മനസ്സിലായോ? അപ്പം ഇവിടെ അപ്പോൾ ഈ വേ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന അവർ, ഈ കുട്ടികൾ, അപ്പം അവർ, അപ്പം ഈ കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത് അവർ എന്ന് ഉദ്ദേശിക്കുക, വേ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വേ എന്നുള്ളത് എന്താണ്? സർവനാമാണ്. അപ്പം സജ്ഞ സർവനാം മനസ്സിലായോ? സജ്ഞ എന്ന് പറയുന്നത് ആ പേരുകളും ആ പേരുകൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ സർവനാം എന്ന് പറയും. അതായത് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ, ഇതാണ് ഈ സർവനാം. അപ്പം എല്ലാത്തിനും നമുക്ക് പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ. അത്, ഇത്, അവൻ, അവൾ, അവരുടെ ഒന്നും പേരുകൾ പറയുന്നില്ല, ആരെയും നമുക്ക് അത് പറയാം, അല്ലെ എന്തിനേലും നമുക്ക് പറയാം. അതിനെയൊക്കെ നമ്മൾ സർവനാം എന്ന് പറയാം. അപ്പോൾ വേ, അവർ എന്നുള്ളത് സർവനാമാണ്. അവർ വേ ഹമേഷാക്കി തര, എന്നിട്ട് അവര് എല്ലായ്പ്പോഴത്തെയും പോലെ, ഹമേഷാക്കി തര എപ്പോഴത്തെയും പോലെ, എല്ലായ്പ്പോഴത്തെയും പോലെ, കി തര പോലെ, ഹമേഷ എപ്പോഴും. സാരേ ബച്ചോं के साथ എല്ലാ കുട്ടികളോടും ഒപ്പം, സാരേ എല്ലാ, ബച്ചോं के साथ കുട്ടികളുടെ ഒപ്പം, ഗാന്ധി ചൗക്കി ബാലുമേ, ഗാന്ധി ചൗക്കിലെ, ഗാന്ധി ചൗക്കിലെ ആ സ്ഥലത്തെ, ബാലു, ബാലു എന്ന് വെച്ചാൽ മണല്, അവിടെ മുഴുവൻ മണല് വിരിച്ചിട്ടിരിക്കുകയാണ്. ഒരു പാർക്കാണ്, പാർക്ക് പോലുള്ള സ്ഥലമാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടുത്തെ ആ മണലിൽ പൂരി ഖേൽഖണ്ഡി, അതായത് മുഴുവൻ PT അവറും മുഴുവനും ലങ്കടി ടാങ് ഖേലെ, ലങ്കടി ടാങ്ക് കളിച്ചു, ഖേലെ കളിച്ചു.
അപ്പോൾ എപ്പോഴത്തെയും പോലെ മറ്റു കുട്ടികളുടെ എല്ലാ കുട്ടികളുടെയും ഒപ്പം ഇവരും പോയിട്ട് ഗാന്ധി ചൗക്കിലെ ആ മണലിൽ ലങ്കടി ടാങ്ക് കളിച്ചു. മുഴുവൻ PT അവർ മുഴുവൻ ലങ്കടി ടാങ്ക് കളിച്ചു. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. അതായത് ഇൻ ബച്ചോങ്കോ ഈ കുട്ടികളെ അപ്പനെ ചാരോ ഓർ ഖേൽത്തെ ദേഖക്കർ തൻ്റെ നാല് പാടും ചുറ്റുപാടും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി ഗാന്ധിജിയുടെ ആ പ്രതിമ അദ്ദേഹത്തിൻ്റെ ആ പ്രതിമ അദ്ദേഹത്തിൻ്റെ മൂർത്തി പ്രതിമ കുട്ടികളെ തൻ്റെ നാല് പാടും ചാരോ മോർ നാല് പാടും ഖേൽത്തെ ദേഖർ കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി ഗാന്ധിജിയുടെ ആ പ്രതിമ ഗാന്ധി ചൗക്ക് എന്നുള്ള പേര് തന്നെ അതുകൊണ്ടാണ് ആ ഒരു ഗാന്ധിജിയുടെ ആ ഒരു പ്രതിമ ഉള്ളതുകൊണ്ടാണ് ഗാന്ധി ചൗക്ക് എന്ന് തന്നെ അതിന് പേര് വന്നിരിക്കുന്നത്. അപ്പം ഗാന്ധി ചൗക്കിൽ ആ ഗാന്ധിയുടെ ആ പ്രതിമ പോലും ഏസി ദിഖായി പട്ടി ഇങ്ങനെയാണ് കാണപ്പെട്ടത്. എങ്ങനെയാണ് ജെസെ ഓർ സമയസെ കുച്ച് അധികം മുസ്കറിയോ മറ്റ് സമയങ്ങളെ അപേക്ഷിച്ച് ജെസെ എങ്ങനെയാണ് ഓർ സമയസെ മറ്റ് സമയങ്ങളെ കുച്ച് അധികം മുസ്കറാ രഹി ഹോ കുറച്ചധികമായിട്ട് പുഞ്ചിരിക്കുന്നു. മറ്റ് സമയങ്ങളെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി അധികമായിട്ട് പുഞ്ചിരിക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത് ഈ കുട്ടികൾ നാല് പാടും ഓടിക്കളിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇസ്കാ മത്ലബ് ക്യാ ഹേ എന്ന് പറഞ്ഞ ഈ ഒരു സെൻസ് വന്നിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് അല്ലേ? എന്താണ് ഈ കുട്ടികളുടെ ആ ഒരു നിഷ്കളങ്കത, അവരുടെ ആ ഒരു എന്താ നിഷ്കളങ്കതയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ എന്താ നിഷ്കളങ്കതയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു കുട്ടികളുടെ സ്നേഹം, കുട്ടികളുടെ ആ ഒരു പ്രത്യേകതയിൽ കുട്ടികളുടേതായിട്ടുള്ള കപടതയൊന്നുമില്ലാത്ത ഒരു കപടതയൊന്നുമില്ലാത്ത അങ്ങനെയുള്ള ആ കുട്ടികളെ കള്ളത്തരമൊന്നുമില്ലാത്ത ആ കുട്ടികളുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ ആർക്കും സന്തോഷം ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു അന്തരീക്ഷം മുഴുവൻ അവരുടെ ആ ഒരു നിഷ്കളങ്കരായ കുട്ടികളുടെ ആ ഒരു സന്തോഷത്തിൽ ആ ഒരു പ്രദേശം മുഴുവൻ അലിഞ്ഞു ചേർന്നു. അതോടൊപ്പം തന്നെ അവിടെയുള്ള ആ ഒരു മൂർത്തി ജീവനില്ലാത്തതാണെങ്കിൽ പോലും ആ മൂർത്തിക്ക് പോലും അതിൻ്റെതായ ആ കുട്ടികളുടെ ആ ഒരു സന്തോഷം മൂർത്തിയിലേക്ക് പോലും എത്തപ്പെട്ടു എന്നാണ് ഇവിടെ ഈ കഥാകാരൻ പറയുന്നത്. രവിവാർ കാ ദിൻ ഥാ, അതായത് ഒരു ഞായറാഴ്ച ദിവസം, രവിവാർ ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ അപ്പനെ ഘർ മേ, സാഹിൽ തൻ്റെ വീട്ടിൽ നീം കെ പേട് കി, നീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേപ്പിൻ്റെ, പേട് കി അതിൻ്റെ മരത്തിൻ്റെ, ഡാലി അതിൻ്റെ ബ്രാഞ്ച് അതിൻ്റെ കൊമ്പ് അതിൻ്റെ ശിഖരം അതിൻ്റെ ഒരു കമ്പ് ചെറിയ കമ്പ് അതിൽ പകടുക്കർ പിടിച്ചിട്ട് ജൂം റഹാധ ആടിയിരുന്നു. അത് നിങ്ങളൊക്കെ ചിലപ്പോൾ കുട്ടികളൊക്കെ കാണിക്കുന്നതായിരിക്കും ബോയ്സൊക്കെ അല്ലേ. എന്താണ് ഈ ചില താഴ്ന്നു വയ്ക്കുന്ന ചില മരങ്ങളുടെ കമ്പിലൊക്കെ പിടിച്ചിട്ട് ആടുന്നത്. അപ്പോൾ അതുപോലെ അതിൽ പിടിച്ച് തൂങ്ങി ആടിയിരുന്നു. വോ ഏക്ക് സ്റ്റൂൾ പർ ചടുക്കർ ജൂൾത്താ ഥാ, അവന് അപ്പോൾ പൊക്കം ഇല്ലാത്തപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ സാധാരണ എന്തെങ്കിലും സ്റ്റൂളോ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ മരത്തിലെത്തി പിടിക്കാൻ നോക്കും. അതുപോലെ തന്നെ ഈ സാഹിലും ഒരു സ്റ്റൂളിൻ്റെ പുറത്ത് കയറിയിട്ട് എന്താണ് ചെയ്തത്, സ്റ്റൂൾ പർ ചടുക്കർ കയറിയിട്ട് ജൂൾത്താ ഥാ ആടിയിരുന്നു. അചാനക് പെട്ടെന്ന് സഡൻലി ടൂटे स्टूल की एक कील साहिल की पिंडली में लग गई, അതായത് പെട്ടെന്ന് തന്നെ ഈ ടൂട്ടെ സ്റ്റൂൾക്കി ഈ പൊട്ടിപ്പോയ ആ സ്റ്റൂളിൻ്റെ ഒരു കീൽ, ഒരു ആണി അല്ലെങ്കിൽ സ്ക്രൂ, അത് സാഹിൽക്ക് പിണ്ടലിമേ സാഹിലിൻ്റെ കാൽവണ്ണയിൽ അതായത് നമ്മുടെ ആ മുട്ടിന് താഴെയൊക്കെ ആയിട്ടുള്ള ആ പുറം ഭാഗത്ത്, അതായത് ഫ്രണ്ടിലുള്ള പുറം ഭാഗത്തായിട്ടുള്ള മുട്ടിന് താഴെയായിട്ട് വരുന്ന ആ ഭാഗത്ത് ആ ഒരു വണ്ണമുള്ള ഭാഗമില്ല ആ ഭാഗത്തായിട്ട് ലഗ്ഗൈ, അതിനാണ് നമ്മൾ പിണ്ടലി എന്ന് പറയുന്നത്. പിണ്ടലിയിൽ അവിടെ കൊണ്ടു ഈ ആൺ തറച്ചു. 1 ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോഗയ, 1 ഇഞ്ച് നീളത്തിൽ 1 ഇഞ്ച് ആഴത്തിൽ ഗഹര ആഴത്തിൽ ഗഡ്ഡ ഹോഗയ ആഴത്തിൽ ഒരു മുറിവ് ഉണ്ടായി. അപ്പം ഇന്ന് ഇത്രയും കൊണ്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഇപ്പം നിങ്ങൾ ആരും ഒരു കാര്യം കൂടി ഞാൻ ഒന്നുകൂടെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ.